Hello all. We have already learned something about climate change. So, it's time for us to talk about plastics. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഈ പറയാൻ പോകുന്ന കഥയിൽ 3 ഹീറോസ് ഉണ്ട്. 3 ഹീറോസ് 3 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഇതിന് എന്തൊക്കെ സംഭവിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ആദ്യം തന്നെ ഈ 3 പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ഒറിജിനെ പറ്റിയിട്ട് പറയാം. ദേ സ്റ്റാർട്ട് ഫ്രം ആൻ ഓയിൽ റിഫൈനറി. ഒരു ഓയിൽ റിഫൈനറിയിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നും കൂടെ പറഞ്ഞു തരാം. അവിടെ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും കൂടെ കെമിക്കലി എന്തൊക്കെയോ പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷം ഉണ്ടാവുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്സ്. ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഉരുക്കി ഒരു മോൾഡിനകത്തൂടെ ഒഴിച്ച് അപ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിലില്ലേ, ആ ബോട്ടിലിൻ്റെ ഷേപ്പിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടാണ് നമ്മളുടെ മുന്നിലേക്ക് മിനറൽ വാട്ടറൊക്കെ 20 രൂപ 30 രൂപയ്ക്കുള്ള മിനറൽ വാട്ടറായിട്ട് നമ്മളുടെ എല്ലാവരുടെയും മുന്നിലെത്തുന്നത്. 20 രൂപ 30 രൂപ മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും എല്ലാം കുപ്പിയും ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നിറയെ വെള്ളവുമായിട്ട് ഈ ബോട്ടിൽസ് നമ്മുടെ മുന്നിലെത്തി. നമ്മളത് പർച്ചേസ് ചെയ്യുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വലിച്ചെറിയോ അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് യൂസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഉടനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോൾ അതിൻ്റെ ആവശ്യം തീരുന്നോ അപ്പം നമുക്ക് കാണുന്നിടത്തോട്ട് അങ്ങ് വലിച്ചെറിയും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇപ്പം 3 പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ 3 ബോട്ടിൽസും 3 ഡിഫറെൻറ്റ് പാർട്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ 3 പാർട്സ് ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കാനുള്ളത്. ആദ്യം പറയാൻ പോകുന്നത് ആദ്യത്തെ ബോട്ടിലിൻ്റെ കഥയാണ്. ആദ്യത്തെ ബോട്ടിൽ പോകുന്നത് ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യാനായിട്ടൊരു കുഴിയോ മറ്റോ കാണും. ഈ കുഴിയിലേക്ക് ബയോഡീഗ്രേഡബിൾ ആണെങ്കിലും ബയോ നോൺ ഡിഗ്രേഡബിൾ ആണെങ്കിലും എല്ലാ ടൈപ്പ് വേസ്റ്റും ആ കുഴിക്കകത്ത് തന്നെ ആയിരിക്കും. ആ കുഴിയിൽ ഇങ്ങനെ നിറയെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അത് ഒരു സമയമാകുമ്പോൾ നിറയും. അപ്പോഴത്തേക്ക് എന്തായാലും മഴയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പെയ്യുവേ. ഈ മഴ പെയ്യുമ്പം വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ കാണും. ഇത് ടോക്സിക് ആയിട്ടുള്ള വിഷം ഉള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഭൂമിക്കും ആൾക്കാർക്കും ഒന്നും തന്നെ നല്ലതല്ലാത്ത കുറച്ച് സബ്സ്റ്റൻസ് അതിനകത്ത് കാണും. അത് വാട്ടർ സോല്യുബിൾ ആണെങ്കിൽ ഈ വെള്ളത്തിനകത്ത് അങ്ങ് ലയിക്കും. ഈ ടോക്സിക് ലിക്വിഡിനെ പറയുന്ന പേരാണ് ലീഷേറ്റ്. ഇത് കാലക്രമേണ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും താഴോട്ട് ഇറങ്ങി വെള്ളം ഇറങ്ങി മറ്റുള്ള വാട്ടർ ബോഡീസിലേക്ക്, സോയിലിലൂടെ മറ്റുള്ള വാട്ടർ ബോഡീസിലേക്ക് എത്തി അങ്ങനെ ഹ്യൂമൻ ബീങ്സ് കുടിക്കുന്ന ലെവലിലേക്ക് റിവറിലൂടെ എല്ലാത്തിലൂടെയും ഹ്യൂമൻ ബീങ്സിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പം നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഇതേ പ്ലാസ്റ്റിക്കിൻ്റെ ഭയങ്കര ഹൈലി ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രിങ്കിങ് പേർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇതുവരെ ഗ്രൗണ്ട് വാട്ടറിലൂടെ പോയെന്ന് പറയുന്നത് ഇതിനകത്തുള്ള വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കി പാർട്സ് അവിടെ തന്നെ ഉണ്ട്. അപ്പം ദ ഫാക്ട് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ഓൾമോസ്റ്റ് 1000 years. ആ ഡീകമ്പോസ്ഡ് സ്റ്റേജിലേക്ക് എത്താൻ 1000 വർഷങ്ങളോളം എടുക്കും ഒരൊറ്റ പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം എന്തുമാത്രം വലിയ പ്രശ്നമാണ് നമ്മൾ ഈ വരുത്തി വെക്കുന്നതെന്ന്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ബോട്ടിലിൻ്റെ കഥ 1000 വർഷം കൊണ്ട് കഴിഞ്ഞെന്ന് തന്നെ പറയാം. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോട്ടിൽ? സെക്കൻഡ് ബോട്ടിൽ ഒരു റിവറിനകത്ത് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിക്കകത്ത് ഇട്ടെന്ന് വിചാരിച്ചോ. വാട്ടർ ബോഡിക്കകത്ത് ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടറിൻ്റെ കറണ്ട് അതിനെ കൊണ്ടുവന്നിങ്ങനെ ആ ഫ്ലോയുടെ കൂട്ടത്തിൽ തന്നെ അതിങ്ങനെ പോയി ഒഴുകി ഇവിടെ എത്തുന്നു, ഓഷനിലേക്ക് എത്തുന്നു. ഓഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ വേവ്സിൻ്റെ കറൻസിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ അടിഞ്ഞു കൂടാനായിട്ട് വേറെ എങ്ങോട്ടും ഒഴുകി പോവാതെ അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പല ഓഷൻസിൽ, അല്ലെങ്കിൽ പസഫിക് ഓഷൻ്റെ കാര്യമാണ് പറയുന്നത്, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് 5 ഇടങ്ങളിലായിട്ടതുണ്ട്. അവിടെ അങ്ങ് കൂനിക്കൂടിയും കിടക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ടോക്സിക് ആയിട്ടുള്ള കുറേ വേസ്റ്റ് കാര്യങ്ങളും അല്ലേ അടിഞ്ഞു കൂടുന്നത്. ഇത് ഫുഡാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് കുറച്ച് മീനും കാര്യങ്ങളും വന്ന് ഫുഡെന്ന് വിചാരിച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള പാർട്സ് ഫുഡായിട്ട് കഴിക്കും. അത് മാത്രവുമല്ല
സീ ബേർഡ്സും അതുപോലുള്ള മെറൈൻ ആനിമൽസൊക്കെ ഇല്ലേ, അവരൊക്കെ അറിയാണ്ട് ഈ പാച്ചിൽ ചെന്ന് പെട്ടിട്ട് അവിടെ കുടുങ്ങിപ്പോവും, തിരിച്ച് വരാൻ പറ്റാത്ത വിധം കുടുങ്ങിപ്പോവും. കാരണം അവിടെ മൊത്തം പ്ലാസ്റ്റിക് അല്ലേ, ഇത് കാലിലും വിങ്സിലും ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചിറങ്ങി വരാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡാണെന്ന് വിചാരിച്ച് ഇത് കൺസ്യൂം ചെയ്യുന്ന മീനും സീ റിലേറ്റഡ് ആയിട്ടുള്ള മെറൈൻ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഫുഡായിട്ട് കഴിച്ചു കഴിയുമ്പോൾ ബോഡിക്ക് അറിയാലോ ഇത് ഫുഡല്ല എന്നുള്ള കാര്യം, ഇത് ഫുഡല്ല എന്നും ഇത് പ്ലാസ്റ്റിക് കോണ്ടൻ്റ് ആണെന്നും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്നും ബോഡിക്ക് അറിയാം. പക്ഷെ കഴിക്കുന്ന ഓർഗാനിസത്തിന് അത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ബോഡി അതിനനുസരിച്ച് റിയാക്ഷൻസ് കാണിക്കും. അത് പോയ്സണിങ് ആയിട്ട് എൻഡപ്പ് ചെയ്യും. ഫുഡ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു സ്റ്റാർവേഷൻ സ്റ്റേജിലേക്ക് മാറും, അത് പോയ്സണിങ് ആവും. അങ്ങനെ ഈ ജീവി മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താനും ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് നമ്മളുടെ ഫുഡ് ചെയിനിലേക്ക് എത്തുന്നത്? അതിനുള്ള ഉത്തരവ് ഇവിടെ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് ഫിഷ്, ഈ ഫിഷ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ കോണ്ടൻറ്റ് അത് കൺസ്യൂം ചെയ്യുവാണെന്ന് വെച്ചോ. അത് കഴിഞ്ഞ് ഒരു സ്ക്വിഡ് വന്നിട്ട് ഈ ഫിഷിനെ കഴിക്കും. ഈ കഴിച്ച ഫിഷിനെ മറ്റൊരു ട്യൂണ വന്നിട്ട് കഴിക്കും. ഈ ട്യൂണയെ ഹ്യൂമൻ ബീങ്സ് എടുത്ത് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കത്തില്ലേ? അപ്പം അതായത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ പ്ലാസ്റ്റിക് കൺസ്യൂം ചെയ്ത ഫിഷിനെ അടുത്തത് കൺസ്യൂം ചെയ്തു, അതിനെ മറ്റത് കൺസ്യൂം ചെയ്തു, അതിന് ശേഷം അത് എത്തുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ കിച്ചണിലേക്കാണ്, അങ്ങനെ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലേക്കാണ്. അപ്പം നമ്മളും കഴിക്കുന്നത് ഈ മൈക്രോ പ്ലാസ്റ്റിക് തന്നെയാണ്. ബിക്കോസ് ഈ മൈക്രോ പ്ലാസ്റ്റിക് എങ്ങോട്ടും പോകുന്നില്ല. Now it is high time to talk about the third bottle. Unlike other bottles, the third bottle goes directly to a recycling plant. ഒരു റീസൈക്ലിംഗ് പ്ലാന്റിലേക്കാണ് ഈ തേർഡ് ബോട്ടിൽ പോകുന്നത്. മറ്റുള്ളതെല്ലാം നമുക്ക് വിഷമാകുന്ന തരത്തിൽ, ടോക്സിക് സബ്സ്റ്റൻസ് ആവുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളിലേക്ക് എത്തുന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണെങ്കിൽ തേർഡ് വൺ ഡയറക്റ്റായിട്ട് റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് എത്തുന്നു. അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ട്രക്ക് കണക്കിന് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്സ് ആണ് ആ പ്ലാന്റിലേക്ക് വരുന്നത്. കാരണം നമുക്ക് പ്ലാസ്റ്റിക് യൂസ് അത്രയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ പ്ലാന്റിലേക്ക് വന്നതിന് ശേഷം ഈ ബോട്ടിൽസ് എല്ലാം അടിച്ച് പരത്തും. ഈ പ്ലാസ്റ്റിക് എല്ലാ കാര്യങ്ങളും, ബോട്ടിൽസ് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് എല്ലാം കൂടെ അടിച്ച് പരത്തി കംപ്രസ് ചെയ്യും. ഈ കംപ്രസ് ചെയ്തിട്ട് അതിനെ വലിയൊരു ബ്ലോക്ക് പോലെ ആക്കും. ഈ ബ്ലോക്കിനെ പിന്നീട് അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഭയങ്കര ചെറിയ ചെറിയ മൈക്രോ രീതിയിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കും. അതിനെ പിന്നീട് മെൽറ്റ് ചെയ്യും. ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞത് പ്ലാസ്റ്റിക് എവിടെ നിന്നാണ് ഈ 3 ബോട്ടിൽസും ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന്? അതേ സ്റ്റേജിലേക്ക് തിരികെ പോവുകയാണ്. ആ പ്ലാസ്റ്റിക് പാലറ്റ്സ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ വലിയ ബ്ലോക്കുകൾ മെൽറ്റ് ചെയ്ത് നമ്മളുടെ വീട്ടിൽ ഒക്കെ കാണുന്ന ബക്കറ്റും മഗ്ഗും ഇതുപോലത്തുള്ള പല പല സാധനമായിട്ട് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് തിരികെ വരുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് രീതിയിലുള്ള തിരിച്ചു വരവാണ്. ബാക്കിയെല്ലാം എന്തുവാ, നമ്മളുടെ ഫുഡ് ചെയിനിൽ കയറി വരുന്നുണ്ട്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വാട്ടറിനകത്ത് വരുന്നുണ്ട്, ഡ്രിങ്കിങ് വാട്ടറിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം പോയിസണസ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ വെൻ കംസ് ടു ദ തേർഡ് ബോട്ടിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളുടെ ഉള്ളിലേക്ക് തിരികെ വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയത്, അതേ റോ മെറ്റീരിയലാണ് വീണ്ടും ഇവിടെ വരുന്നത്. അതായത് വീണ്ടും നമ്മൾ പുതിയതായിട്ട് റോ മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് പ്ലാസ്റ്റിക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റാക്കി കളഞ്ഞ പ്ലാസ്റ്റിക്കിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. പ്ലാസ്റ്റിക് ഇല്ലാണ്ട് എന്തായാലും നമുക്ക് ജീവിക്കാനായിട്ട് പാടായിരിക്കും. പക്ഷേ ഈ പ്ലാസ്റ്റിക് പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പം ഭൂമിയിൽ എത്ര ക്വാണ്ടിറ്റിയിലാണോ പ്ലാസ്റ്റിക് ഉള്ളത്, ഇത് തന്നെ വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം നമ്മളിത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് ടോക്സിക് സബ്സ്റ്റൻസ് വരുന്ന രീതിയിൽ കളയുന്നില്ല, നമ്മുടെ ഫുഡ് ചെയിനിലേക്ക് കയറാനായിട്ട് അനുവദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമുണ്ടോ? ഇല്ല, പ്ലാസ്റ്റിക് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. So, my dear people, note this down. Always reuse, reduce and recycle plastic products.